ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറായി നിൽക്കുന്ന ഒരു സെവൻസ് ഫുട്ബോളിലെ റഫറി ഉണ്ട്. കളിക്കിടയിൽ ഫൗള് വിളിക്കുന്നു, കാർഡ് ഉയർത്തിയപ്പോൾ കളിക്കാരൻ അക്സെപ്റ്റ് ചെയ്തില്ല, ചെറിയ അടിപിടിയിൽ കലാശിക്കുന്നു. ആ സമയത്ത് റഫറിയും അങ്ങോട്ട് പ്രതിരോധിച്ചു. അങ്ങനെ റഫറിക്ക് അനുകൂലമായിട്ടാണ് താഴെ വന്ന എല്ലാ കമൻറ്റുകളും. അങ്ങനെ സ്റ്റാറായി സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ആ റഫറിയാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തും നാട്ടുകാരനുമായ ഷിഹാബ് പുലിവെട്ടിയാണ് ആ റഫറി. നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം. ഷിഹാബൊക്കെ സ്വാഗതം. സ്വാഗതം. 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ? വീഡിയോ കണ്ടോ? കണ്ടു. എവിടെ, എന്തായിരുന്നു സംഭവം? അത് എടക്കര പോത്തലടുത്ത് ഉപ്പിടാറുന്ന സ്ഥലത്ത് മിനി അഖിലേന്ത്യ നടന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഒരു സെക്കൻഡ് ഹാഫിൽ 9ാമത്തെ മിനിറ്റിൽ ഒരു ഫൗളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീമിൻ്റെ പ്ലെയർ കിടക്കുകയും ഞാൻ ആ ഫൗള് വിളിക്കാതെ ഞാൻ കളി അലോ ചെയ്യുകയും ചെയ്തു. അതിൽ അവൻ കിടക്കുന്നുണ്ട് കണ്ട് ഞാൻ കളി ഡബിൾ വിസിലിട്ട് കളി നിർത്തി. ആ സമയത്ത് അവൻ എഴുന്നേറ്റ് ഞാൻ അനാവശ്യം പറഞ്ഞ് അടിക്കാൻ ശ്രമിച്ചു. പൊതുവേ റഫറിമാരെ ഏതെങ്കിലും പ്ലേയേഴ്സ് അടിച്ചാൽ അവർ റെഡ് കാർഡ് കൊടുത്ത് ഒഴിവാക്കുക എന്നല്ല, തിരിച്ചടിക്കലൊന്നുമില്ല. പക്ഷെ ഞങ്ങളെ ടീം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് അടി കിട്ടിയാൽ അങ്ങോട്ട് തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ആ ഒരു തീരുമാനത്തിലാണ് നമ്മൾ കുറച്ച് കാലം തീരുമാനമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. ഇതുപോലുള്ള റഫറിമാർ വേണമെന്നാ പറഞ്ഞത്. കാരണം ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ടീമാണ് പോവാറും. ഇങ്ങോട്ട് തിരിച്ചടിച്ചാൽ ഇങ്ങോട്ട് അടിച്ചാൽ അത് ഒന്ന് KDS കീശ്ശേരിന്റെ ഫുൾ ടീമും ഒന്ന് സാറ്റ് തിരൂരിന്റെ ഫുൾ ടീമായിരുന്നു. സാറ്റ് തിരൂരിന്റെ ഫുൾ ടീം പാതിരിപ്പാടത്തിനും KDSന്റെ ടീം ഉപ്പടക്കം തന്നെയായിരുന്നു കളിച്ചിരുന്നത്. ചെറിയ വലിയ ടീമുകളെ സ്പോൺസർ ചെയ്ത് ഇറക്കുക. 30,000-40,000 വെച്ച് ഓരോ ടീമിന് കൊടുത്താണ് ഒരു ടീം ഇറക്കുമായിരുന്നു. അപ്പൊ ഇപ്പോ ഈ റഫറിയെ കൈയേറ്റം ചെയ്താല് ഒരു സീസൺ മൊത്തം വിലക്കാ പരിപാടി അത് ഓൾ ഇന്ത്യയിലുണ്ട്. സീസൺ മൊത്തം എല്ലാവരും അത് ഇത് മിനി അഖിലേന്ത്യയാണ്, ലോക്കലല്ല. ഓൾ ഇന്ത്യ SFയുടെ കീഴിലല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ചട്ടക്കൂടൊക്കെ ഉണ്ടാവും. അതിന് ചട്ടക്കൂടുകൾ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലും അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കുക, അതല്ലാതെ നമ്മൾ വാങ്ങിയാണ്ട് വീട്ടിൽ ഇപ്പോൾ ഒരു 10-15 വർഷം മുന്നേ ആണെങ്കിൽ നമ്മൾ ആരെങ്കിലും അടിച്ചാൽ അത് ആ ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ അതല്ല, നമ്മൾ കാണുന്നതിന് മുന്നേ ഗൾഫിലുള്ളവരും അവരും ബാക്കി എല്ലാ നാട്ടുകാരും മൊത്തം കണ്ടുകൊണ്ട് നമ്മളെ കുടുംബവും നമ്മളെ ഭാര്യ കുടുംബവും നമ്മളെ നാട്ടുകാരെല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ട് പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ ഇന്നലെ അടി കിട്ടിയില്ലേ, ഇന്നലെ അത് കാട്ടിയില്ലേ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും. അതിനൊരു പറയാൻ നിലനിൽക്കുക. ഇങ്ങോട്ട് അടി കിട്ടിയാൽ 100 അടി കിട്ടിയാലും വേണ്ട തിരിച്ചടിക്കുക എന്നുള്ള ഒരു അവരും നല്ല സപ്പോർട്ട് തന്നെ. ഒന്ന് റിയാസ് ബാബു ചെമ്പ്രശ്ശേരിയിലായിരുന്നു, മറ്റുള്ള ചന്തക്കുന്നിലെ KP അർഷദ് എന്ന് പറയും, അവരായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഇനി ഫൈനൽ ശനിയാഴ്ച ഫൈനലാണ്. ഇൻഷാ അല്ലാഹ് അറിയില്ല. പിന്നെ അതെ പോസ്റ്റിങ് ഏത് പോലത്തിലും അറിയില്ല. അത് നമ്മളെ റൗഫാക്കയും കുട്ടിയാക്കിയും, റൗഫാക്ക ഇടവണ്ണല്ല റൗഫാക്ക, പിന്നെ കുട്ടിയാക്ക മഞ്ചേരിയിലെ ആള്, അവരാണ് പോസ്റ്റിങ്ങിന്റെ. അവരാണ് നമ്മൾ സീനിയർ റഫറിമാർ, അവരാണ് തീരുമാനം. 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ്. അപ്പോൾ താങ്ക് യു.